ദിവ്യപ്രകാശത്താൽ മഞ്ഞുമൂടിയ കൊടുമുടികൾ തിളങ്ങുന്ന കൈലാസപർവ്വതത്തിന്റെ സ്വർഗീയ വാസസ്ഥലത്ത് ശിവനും പാർവതിയും താമസിച്ചിരുന്നു. അവരുടെ സ്നേഹം പ്രപഞ്ചം പോലെ തന്നെ വിശാലമായിരുന്നു. എന്നിട്ടും പാർവതി കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിച്ചു. ഒരു കുട്ടി, അവൾക്ക് പരിപാലിക്കാനും സ്വന്തമായി വിളിക്കാനും കഴിയുന്ന ഒരു മകൻ. ഒരു ദിവസം ശിവൻ ധ്യാനത്തിലായിരുന്നപ്പോൾ പാർവതി കുളിക്കാൻ തീരുമാനിച്ചു. സ്വകാര്യത ആഗ്രഹിച്ച അവൾക്ക് അറകളുടെ പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോഴാണ് അവളുടെ ദിവ്യ മനസ്സിൽ ഒരാശയം പൂവണിഞ്ഞത്. വളരെ ശ്രദ്ധയോടെ പാർവതി ചന്ദനക്കുടം ശേഖരിച്ച് തന്റെ സൂക്ഷ്മമായ കൈകൾ കൊണ്ട് അതിലൊന്ന് രൂപപ്പെടുത്താൻ തുടങ്ങി. ശക്തനും തിളക്കമുള്ളവനും ജീവൻ നിറഞ്ഞ കണ്ണുകളുമുള്ള ഒരു സുന്ദരനായ ആൺകുട്ടിയെ അവൾ രൂപപ്പെടുത്തി. ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ അവന്റെ ഉള്ളിൽ ഒരു ദിവ്യശക്തി നിറച്ചു. ആൺകുട്ടിയുടെ നെഞ്ചുയർന്നു, അവന്റെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ ജീവൻ പ്രാപിച്ചു. പാർവതി അവന്റെ മുഖത്ത് സ്പർശിച്ചുകൊണ്ട് ഊഷ്മളമായി പുഞ്ചിരിച്ചു. എന്റെ കുഞ്ഞെ, നീ എന്റെ മകനാണ്, എന്റെ സപ്പയിൽ നിന്ന് ജനിച്ചവനാണ്. ഇനി മുതൽ നീ എന്റെ വീടിനെ കാക്കണം. എന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തരുത്. അതേ അമ്മേ, എന്റെ ജീവൻ നൽകി നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. അങ്ങനെ കയ്യിലൊരു വടിയും കടമ നിറഞ്ഞ ഹൃദയവുമായി ആൺകുട്ടി പ്രവേശന കവാടത്തിൽ കാവൽ നിന്നു. ധ്യാനത്തിൽ നിന്നിറങ്ങിയ ശിവൻ കൈലാസത്തിലേക്ക് മടങ്ങി. അദ്ദേഹം തന്റെ അറകളിലേക്ക് അടുക്കുമ്പോൾ ആ കുട്ടി അദ്ദേഹത്തെ തടഞ്ഞു. കുട്ടി പ്രവേശന കവാടത്തിൽ ഉറച്ചു നിന്നു. ഭയമില്ലാതെയും ആദരവോടെയുമായിരുന്നു അവന്റെ കണ്ണുകൾ. നിൽക്കൂ, ആരും കടന്നു പോകരുത്, ആരും പ്രവേശിക്കരുതെന്ന് എന്റെ അമ്മ ഉത്തരവിട്ടിട്ടുണ്ട്. ശിവൻ ഇത് രസിച്ചു. പക്ഷേ ആശയക്കുഴപ്പത്തിലുമായി ഈ കുട്ടിയെ അവൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. മാറി നിൽക്കൂ കുഞ്ഞേ, ഞാൻ ശിവനാണ്, നിങ്ങളുടെ അമ്മയുടെ ഭർത്താവ്. എനിക്ക് എൻ്റെ അമ്മയല്ലാതെ മറ്റാരെയും അറിയില്ല. അമ്മ ആരെയും പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ശിവന്റെ ക്ഷമ നശിച്ചു. കുട്ടിയെ മാറ്റാൻ അവന്റെ ഗണങ്ങൾ മുന്നോട്ടു പാഞ്ഞു. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൺകുട്ടി അവരെയെല്ലാം നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. കുട്ടിയുടെ ധിക്കാരത്തിൽ കോപാകുലനായ ശിവൻ തന്നെ മുന്നോട്ട് വന്നു. ആകാശം വിറച്ചു, പർവ്വതങ്ങൾ കുലുങ്ങി. വെറും ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടി ഒരു ശക്തനായ യോദ്ധാവിനെ പോലെ നിലത്തു നിന്നു. മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ ഏറ്റവും ഭീകരമായ അസുരന്മാരെ പരാജയപ്പെടുത്തിയ ആയുധമായ തന്റെ ത്രിശൂലം ഉയർത്തി ഒരു ദ്രുതചലനത്തിൽ ആൺകുട്ടിയുടെ തല വെട്ടിയെടുത്തു. കുട്ടിയുടെ ശരീരം നിലത്ത് വീണു. യുദ്ധം അവസാനിച്ചു. എന്നാൽ ആ നിമിഷം ഒരു ഭയാനകമായ നിശബ്ദത കൈലാസത്തിൽ നിറഞ്ഞു. കുളിമുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്റെ മകന്റെ നിർജീവ ശരീരം ശിവന്റെ കാൽക്കൽ അനങ്ങാതെ കിടക്കുന്നത് പാർവതി കണ്ടു. അവളുടെ ഹൃദയം തകർന്നു. അവളുടെ ദുഃഖത്തിന്റെ നിലവിളി പ്രപഞ്ചത്തിലുടനീളം പ്രതിധ്വനിച്ചു. സൃഷ്ടിയുടെ ഘടനയെ തന്നെ അത് പിടിച്ചു കുലുക്കി. അവളുടെ ദുഃഖം ക്രോധമായി മാറി. അവളുടെ ദിവ്യശക്തി നിയന്ത്രണാതീതമായി ഉയർന്നു. കണ്ണുനീർ ഒഴുകിയ മുഖത്തോടെ അവൾ തന്റെ കോപം അഴിച്ചുവിട്ടു. ആകാശത്തെയും ഭൂമിയെയും എല്ലാ അസ്തിത്വത്തെയും നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. നീ എന്റെ മകനെ കൊന്നു. അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ പ്രപഞ്ചത്തെ ചാരമാക്കും. ദേവന്മാർ പോലും വിറച്ചു. നക്ഷത്രങ്ങൾ മങ്ങി. വളരെ വൈകുന്നതിന് മുമ്പ് പ്രായശ്ചിത്തം ചെയ്യാൻ സ്വർഗീയ ജീവികൾ ശിവനോട് അപേക്ഷിച്ചു. പ്രവൃത്തികളുടെ ഗൗരവം മനസ്സിലാക്കിയ ശിവൻ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു വഴി തേടി. അവൻ തന്റെ ഗണങ്ങളോട് ആജ്ഞാപിച്ചു. പുറപ്പെട്ടു പോകൂ. നിങ്ങൾ ആദ്യം കാണുന്ന വടക്കോട്ട് അഭിമുഖമായി കിടക്കുന്ന ജീവിയുടെ തല എനിക്ക് കൊണ്ടുവരിക. ദിവ്യ പരിചാരകർ ദേശങ്ങളിലൂടെ വേഗത്തിൽ നടന്നു. ഒരിടതൂർന്ന വനത്തിൽ ഒരു ഗാംഭീര്യമുള്ള ആനയെ അവർ കണ്ടെത്തി. അതിന്റെ തുമ്പിക്കൈ ആകാശത്തേക്ക് വളഞ്ഞിരിക്കുന്നതായി അവർ കണ്ടു. ഭക്തിപൂർവ്വം അവർ അതിന്റെ തലയെടുത്ത് കൈലാസത്തിലേക്ക് മടങ്ങി. ആനയുടെ തല കൈകളിൽ പിടിച്ച് ശിവൻ ആൺകുട്ടിയുടെ നിർജീവ ശരീരത്തെ സമീപിച്ചു. അഗാധമായ കാരുണ്യത്തോടെ അവൻ അത് ആൺകുട്ടിയുടെ തോളിൽ വെച്ചു. പുണ്യമന്ത്രങ്ങൾ ജപിച്ചു. ഒരു ദിവ്യപ്രകാശം കുട്ടിയെ ചുറ്റി. ഒരു നിമിഷം കൊണ്ട് ആകാശം സ്വർഗീയ സംഗീതത്താൽ നിറഞ്ഞു. ആ കുട്ടിക്ക് ശ്വാസം തിരിച്ചു വന്നു. കണ്ണുകൾ തുറന്നു. അവൻ വീണ്ടും ജീവനോടെ ഉണ്ടായിരുന്നു. പാർവതി മകനെ ആലിംഗനം ചെയ്യാനായി ഓടി. പുണ്യനദി പോലെ സന്തോഷം നിറഞ്ഞൊഴുകി. ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ശിവൻ അവന്റെ തലയിൽ കൈവച്ച് പ്രഖ്യാപിച്ചു. നീ ഒരു സാധാരണ കുട്ടിയല്ല. ഈ നിമിഷം മുതൽ എൻ്റെ ഗണങ്ങളുടെ നേതാവായ ഗണേശൻ എന്നറിയപ്പെടും. ഏതൊരു ദേവനെയും ആരാധിക്കുന്നതിനു മുമ്പ് നീ ആദ്യം ബഹുമാനിക്കപ്പെടും. തടസ്സങ്ങൾ നീക്കുന്നവനും ജ്ഞാനത്തിന്റെ ദേവനും നീതിയുടെ സംരക്ഷകനുമായിരിക്കും നീ. സ്വർഗം സന്തോഷിച്ചു. ശിവന്റെയും പാർവതിയുടെയും പ്രിയപുത്രനായ ഗണേശനെ പ്രപഞ്ചം സ്വാഗതം ചെയ്തു. അങ്ങനെ ഏതൊരു യാത്രയും ആരംഭിക്കുന്നതിന് മുമ്പ്, ഏതൊരു പുതിയ സംരംഭവും ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഭഗവാൻ ഗണേശനെ വിളിക്കുന്നു. സംരക്ഷകനും വഴികാട്ടിയും തടസ്സങ്ങൾ നീക്കുന്നവനുമാണവൻ. കാരണം ഒരിക്കൽ അവന്റെ അമ്മയുടെ വാതിക്കൽ നിന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ വിജയം, ജ്ഞാനം, ഭക്തി എന്നിവ തേടുന്ന എല്ലാവരുടെയും പാത കാക്കുന്നു.